മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീൽ എന്ന് പറയുന്ന ഒരു വർഷത്തിൽ റസൂൽ എന്നാ ജനിച്ചതെന്ന് വെച്ചാൽ നമ്മളെന്താ പറയല്, ആമുൽ ഫീൽ. അതായത് പഴയ കാലത്ത് കുറേശ്ശികൾക്ക് എന്തില്ല, ഡേറ്റോ കാര്യങ്ങളോ സമയങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മളെ ഇപ്പോഴത്തെ മാതിരി 2014 2015 അങ്ങനെ ഡേറ്റ് ഇല്ല. ഓല് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ടൈം പറയുന്നത് വെച്ചാൽ ആ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നാൽ ഒരു ഉദാഹരണത്തിന് കുറേശ്ശികളാക്കിയ ഒരാളെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ 5ാമത്തെ വല്യപ്പായിട്ടുള്ള ഖുസൈബ് ഇബ്നു കിലാബ്. ഈ ഖുസൈബ് ഇബ്നു കിലാബിന് മുമ്പ് കുറേശ്ശികൾ പല ഭാഗത്തും ചിന്നിച്ചേർത്തി കാണുന്നത്. ഈ ഖുസൈബ് ഇബ്നു കിലാബ് എന്ത് ചെയ്തു, മക്കയുടെ അധികാരം പതുക്കെ ഏറ്റെടുക്കുകയും അങ്ങനെ എന്ത് ചെയ്തു, ഈ കുറേശ്ശികളായിട്ടുള്ള റസൂലുള്ളാഹിന്റെ കുടുംബം അങ്ങനെ എല്ലാ കുടുംബങ്ങളും എന്ത് ചെയ്യും, കഅബന്റെ ചുറ്റുവട്ടത്ത് താമസം ആരംഭിക്കുകയും ബാക്കിയുള്ളവരെ ഇവിടുന്ന് മക്കത്ത് നാട്ടി ഓടിക്കുകയും ചെയ്തിട്ട് ആളാണ് ഖുസൈബ് ഇബ്നു കിലാബ്. അദ്ദേഹമാണ് എന്ത് ചെയ്ത് കുറേശ്ശികളാക്കി, അതായത് കഅബന്റെ അധികാരികളാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് കുറേശ്ശികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ സംഭവമായിരുന്നു. കാരണം ഖുസൈബ് ഇബ്നു കിലാബ് മരണപ്പെട്ടു. അപ്പോൾ ആ വർഷം നടക്കുന്ന ഒരു കുട്ടി ജനിക്കുക അല്ലെങ്കിൽ സംഭവം നടന്ന ആളുകൾ പറയും ഖുസൈബ് ഇബ്നു കിലാബ് മരണപ്പെട്ട വർഷത്തിൽ നടന്ന സംഭവം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അന്നത്തെ കുറേശ്ശികൾക്ക് അങ്ങനെ അറിയുള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കാം ഖുസൈബ് ഇബ്നു കിലാബ് കൊല്ലപ്പെട്ട ആ വർഷത്തിലാണ് എല്ലാ കുട്ടി ജനിച്ചാൽ. അപ്പോൾ അവൻ ഏകദേശം എത്ര പ്രായമായിട്ടുണ്ടാവും, എങ്ങനെയാണ് കണക്കാക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി എന്നാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ ആൾക്കാർ എന്താ പറയുക, ആമുൽ ഫീലിലാണ് ജനിച്ചത്. ഈ ആമുൽ ഫീൽ എന്താണ്? ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന്റെ ആനപ്പട്ടാളുമായിട്ട് എന്ത് ചെയ്തു, കാപ്പ് പൊളിക്കാമെന്നൊരു സംഭവമാണ്. ഈ അബ്രഹത്ത് എന്ന് പറയുന്നത് ഹബശയിലെ ഒരു രാജാവായിരുന്നു. അപ്പോൾ അയാൾ യമനിൽ എന്തുണ്ടാവും, വലിയൊരു കനീസ് ഉണ്ടാക്കി, ഒരു കാപ്പ പോലത്തെ വലിയൊരു ഇതുണ്ടാക്കിയിട്ട് എല്ലാ അറബികളും ഇങ്ങോട്ട് വരണം. അപ്പോൾ അവർ പറഞ്ഞാൽ തലക്ക് സുഖം ചെയ്യും. ഇവിടെ മക്കയിൽ കാപ്പുള്ളിടത്തോളം കാലം തീരെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരില്ല. ഇപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. എല്ലാ അറബികളും എല്ലാ വർഷവും എന്ത് ചെയ്യും, ദുൽഹജ്ജ് മാസമാകുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്നൊരു കാവ്യം തോക്കണ്ട അത് ഇട്ടിട്ട് പോലും തീരെ ഓല അത് തന്നെയാണ് പറഞ്ഞ ഒരു കാര്യം. അതാണ് കുളിച്ച് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർ കിട്ടി വന്നോട്ടെ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, വലിയൊരു ആനയായിട്ട് വന്നൊന്നുമല്ല, കുറേ ആനകളുമായിട്ടുള്ള സംഘം വന്നൊരു വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. അപ്പം അങ്ങനെ ആ ആനകളുമായിട്ട് കാപ്പ് പൊളിക്കാമെന്നൊരു സംഭവമുണ്ട്. അത് അന്നത്തെ കുറേശ്ശികൾ അന്നത്തെ മക്കാരെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. കാരണം അവർ ജീവിതത്തിൽ ആ ആനയെ കണ്ടിട്ടില്ല, അത്ര വലിയ സൈന്യം മക്ക ആക്രമിച്ചു കൊണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യണം, അബ്രഹത്തിനെ പോരുന്ന വഴിയിൽ എല്ലാ ഗോത്രങ്ങളെയും അടിച്ച് കൊതാക്കി അവരൊക്കെ സംഭവങ്ങളൊക്കെ അടിച്ചു മാറ്റി എതിർത്ത് നിന്നവരൊക്കെ തകർത്തുകൊണ്ട് ഇങ്ങനെ ആനയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറഫയിൽ പോകുമ്പോൾ കാണിച്ചിട്ട് അറഫന്റെ ബാക്ക് ഭാഗത്ത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ ഇറങ്ങണം. അപ്പം അന്ന് അബ്ദുൽ മുത്തലിബാണ്, ഉസ്മാന്റെ വല്യപ്പയാണ് അന്ന് ഖുറൈശികളുടെ നേതാവായിട്ട്. അപ്പോൾ ഈ അബ്ദുൽ മുത്തലിബിന്റെ കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് മേയാൻ വിട്ടിട്ടുണ്ട്, മക്കൻ്റെ പുറത്ത് പച്ചപ്പുള്ളോടത്ത്. അപ്പോൾ ഈ 100 ഒട്ടകങ്ങളെ എന്ത് ചെയ്തു, ഇയാൾ പിടിച്ചെടുക്കരുത്. പോരുന്ന വഴിയിൽ ഈ ഒട്ടകങ്ങൾ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കിയിട്ട് വരും. കാരണം അവർക്ക് ഇതാക്കാനും മറക്കാനും തിന്നാനൊക്കെ സൈന്യമില്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന വല്യപ്പാരെ കുറച്ച് ഒട്ടകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അയാൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യുന്നു, കുറച്ച് ഖുറൈശി നേതാക്കളായിട്ട് ഈ അബ്രഹത്ത് രാജാവിനെ കാണാണ്ട് പോകും മക്കൻ്റെ പുറത്തേക്ക്. അപ്പോൾ പോകുന്ന ഈ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ അബ്ദുൽ മുത്തലിബ് ഭയങ്കര ഹൈബത്തുള്ള ഒരാളാണ്. അയാൾ അതായത് വല്യപ്പാനെ കണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ എന്ത് ബഹുമാനിച്ച് പോകുന്നൊരു ഭയങ്കര ഹൈബത്തുള്ള ഒരാളാണ്. അപ്പോൾ ഈ അബ്രഹത്തും ആളുകളും ഇങ്ങനെ ഇരിക്കുകയാണ്, ഇനി എന്തിനാണ് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്, ഇങ്ങനെ മക്കത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് മക്കൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഇനി അങ്ങോട്ട് കയറിയിട്ട് കാപ്പ് കൊടുക്കണം, അതാണ് ഇനിയുള്ള പ്ലാൻ. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തത്, അങ്ങോട്ട് വരുന്നത്. അപ്പം ഈ അബ്രഹത്ത് ഇങ്ങനെ വിചാരിച്ചു വല്ല നേതാവിന് വരുന്നുണ്ട്, അപ്പോൾ ചർച്ചക്കായിരിക്കും പൊളിച്ചെണ്ടാന്ന് പറയാൻ വരികയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുക. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഖുറൈശിയുടെ നേതാവാണ്, ഇയാൾ രാജാവുമാണ്. അപ്പോൾ ഒന്ന് ബഹുമാനിക്കണം. അപ്പം തൊട്ടടുത്ത് എത്തിയാൽ എന്ത് ചെയ്യും, ഈ ഹൈബത്ത് കൊണ്ട് തന്നെ എനിക്കുള്ളൊരു സ്ഥാനം പോകും. കാരണം ഞാനും ചെറിയ ആളായി പോകുന്നുള്ള പേടിയാക്കുന്നുണ്ട്. കാരണം അബ്ദുൽ മുത്തലിബ് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ബഹുമാനിച്ച് പോകുന്നത് ഭയങ്കര ഇത്. അപ്പോൾ എന്ത് ചെയ്തു, നേരം ചെയ്തു അടിയിലിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വന്നു, അങ്ങനെ അടിയിലെത്തി. എന്താണെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ എൻ്റെ ഒരു 100 ഒട്ടകത്തിന് നിങ്ങളെ സൈന്യം പിടിച്ചെടുക്കുന്നുണ്ട്, ആ 100 ഒട്ടകം പോകാൻ. അപ്പോൾ ഞങ്ങളൊന്ന് ഞങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ഭയങ്കര സംഭവമാണ്, മക്കയിലെ ഖുറൈശിയുടെ നേതാവാണ്, നിങ്ങൾ കാപ്പ് പൊളിക്കണ്ടെന്ന് പറയാൻ വന്നു. നിങ്ങൾ വന്ന് നിങ്ങൾ ഒട്ടകത്തിൻ്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് എന്താണ് തീരുത്തില്ല, നിങ്ങൾ നേതാവനല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബാണ് ഏറ്റവും പ്രസിദ്ധമായ വാക്ക് പറഞ്ഞത്, നിങ്ങൾ കാപ്പ് പൊളിക്കാൻ വന്നതാണ്. ആ ഒട്ടകങ്ങൾ പിടിച്ച ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാരാണ്, അതിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിനെ പോയിട്ട് വളർത്തുന്ന ആൾ ഞാനാണ്, അത് എൻ്റെ ഒട്ടകമാണ്. പിന്നെ നിങ്ങൾ പൊളിക്കാൻ വന്ന കാപ്പുണ്ട്, അത് ഇൻ്റെതല്ല, അതിന് വേറെ റബ്ബുണ്ട്, ആ റബ്ബ് നോക്കിക്കോളും എന്ന് പറയണം. അതായത് അതിൻ്റെ കാര്യങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യം, അതിന് വേറെ റബ്ബുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത്. പിന്നെ അവരെന്ത് ചെയ്തു, അബാബിൽ ഭക്ഷണം എറിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഓരോ മക്കയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവമാണ് അന്നത്തെ അറബികളെല്ലാവരും പിടിച്ചു വെച്ചൊരു സംഭവമാണ് അബ്രഹത്തിന്റെ ആനപ്പട്ടാളം വന്ന വർഷം. അപ്പോൾ റസൂലുള്ളാഹി എന്നാ ജനിച്ചു വെച്ചാൽ അന്നത്തെ അറബികൾക്ക് ആകാരം എന്താണ്, ആമുൽ ഫീൽഡാണ്. അതായത് അബ്രഹത്ത് ആന ആയിട്ട് കൊടുക്കാൻ വന്നില്ല, ആ വർഷത്തിലാണ് റസൂലുള്ളാഹി ജനിച്ചതെന്ന് പറയും. അങ്ങനത്തെ ഒരു വർഷത്തിൽ റസൂലുള്ളാഹി ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ 12-ാം തീയതി തിങ്കളാഴ്ച ഏറ്റവും അസഹുൽ ഖൗലി, പല റിവായത്തുകളുണ്ട് 9, 10, 15 അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇതുണ്ട്. എങ്കിലും ഏറ്റവും അസഹമായിട്ട് നമ്മൾ പറയാറുള്ളത് റബീഉൽ അവ്വൽ മാസം 12-ന് ഒരു തിങ്കളാഴ്ച ദിവസമാണ് റസൂലുള്ളാഹി ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ഈ കാണുന്ന വീട്, ഈ മക്കത്തിൽ മുക്കറമാതാണ്. ഇപ്പോൾ പട്ടാളക്കാരെ ഇരിക്കണം, അതിൻ്റെ ബാക്കിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ആ ഗേറ്റ് കൂടെ കയറിയിട്ട് ആദ്യത്തെ റൂമുണ്ട്, അതായത് ഈ മൂലയിൽ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിക്ക് എന്ത് ചെയ്ത് ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്.
ഇവിടെ ഈ വീട്ടിൽ വെച്ചത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് എന്ന് പറയുന്നത്. പിന്നീട് ഈ വീട് എന്ത് ചെയ്തു, ഒരുപാട് കാലത്തിന് ശേഷം ഒരു പള്ളിയായിരുന്നു. പിന്നീട് ആ പള്ളി മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ലൈബ്രറിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്ക് എൻട്രൻസ് കാര്യങ്ങളൊന്നും അലൗഡല്ല. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്. അപ്പോൾ ജനിക്കുന്ന